Recording progress. വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് SCRT പാഠഭാഗങ്ങളും അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളുമാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് നോക്കുന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പഠിക്കാം. ലോകത്തെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നിലയം. ലോകത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നിലയം ഏത് എന്നാണ് പഠിക്കുന്നത്. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് പ്രൈവറ്റ് ആയിട്ട് ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുകയാണ്. ആ ബഹിരാകാശ നിലയത്തിന്റെ പേര് എന്താണ്? ഹേവൻ 1 എന്നാണ്. എന്താണ് അതിന്റെ പേര്? ഹേവൻ 1 ട്ടോ. ഹേവൻ 1 എന്നതാണ് ആ സ്വകാര്യ ബഹിരാകാശ നിലയത്തിന്റെ പേര്. അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ വാസ്റ്റ് സ്പേസ്, എന്താണ്? വാസ്റ്റ് സ്പേസ്, ഇവരാണ് അതിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനി. വാസ്റ്റ് സ്പേസ് കേട്ടോ. വാസ്റ്റ് സ്പേസിനാണ് എന്താണ് നിർമ്മാണ ചുമതല എന്ന് മനസ്സിലാക്കുക. 2027 തുടക്കമൊക്കെ ആവുമ്പോഴേക്കും ഇതിന്റെ വിക്ഷേപണം നടക്കും എന്നാണ് പറയുന്നത്. ഇനി ഏതിലായിരിക്കും വിക്ഷേപണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് വിക്ഷേപണം നടത്താൻ പോണേന്നാണ് പറയുന്നത്. പരമാവധി 4 യാത്രക്കാർക്ക് ഒരേ സമയം ഇതിൽ തങ്ങാനാവും എന്നും പറയുന്നു. അപ്പൊ ലോകത്തെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നിലയത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ലോകത്തെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നിലയത്തിന്റെ പേര് ഹേവൻ 1 എന്നാണ്. അതിന്റെ നിർമ്മാണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ വാസ്റ്റ് സ്പേസിനാണ് അതിന്റെ നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. 2027 തുടക്കം അല്ലെങ്കിൽ 2026 അവസാനം ആകുമ്പോഴേക്കും പണിയൊക്കെ പൂർത്തിയാകും. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് വിക്ഷേപിക്കുക. 4 യാത്രക്കാർക്ക് ഒരേ സമയം ഇവിടെ തങ്ങാനാകും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യമാണ് ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നിലയത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി 2026 ടൈലർ പുരസ്കാരം ലഭിച്ചത്. 2026 ടൈലർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ആർക്കാണ് ലഭിച്ചത്? അമേരിക്കൻ ബയോളജിസ്റ്റും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞനും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയായ ടോബി കിയേഴ്സ്. ആർക്കാ കിട്ടിയത്? ടോബി കിയേഴ്സിനാണ് ഇത് ലഭിച്ചത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ടൈലർ പുരസ്കാരം? ഇതിനെ നമ്മൾ പരിസ്ഥിതി നോബൽ എന്ന് വിളിക്കുന്നു. അപ്പൊ പരിസ്ഥിതി നോബൽ എന്ന് വിളിക്കുന്ന പുരസ്കാരമാണ് ടൈലർ പുരസ്കാരം എന്ന് ഓർക്കുക. ഗോൾഡ്മാൻ പ്രൈസ് എന്ന പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട് അത്രേ. എന്താണ്? ഗോൾഡ്മാൻ പ്രൈസ്. അപ്പൊ പരിസ്ഥിതി നോബൽ, ഗോൾഡ്മാൻ പ്രൈസ് എന്നീ പേരുകളിലൊക്കെ ഈ ടൈലർ പുരസ്കാരം അറിയപ്പെടുന്നു. 2026 ടൈലർ പുരസ്കാരം നേടിയത് ടോബി കിയേഴ്സ് ആണ്. അമേരിക്കൻ ബയോളജിസ്റ്റ് ആണ്, ശാസ്ത്രജ്ഞനൊക്കെയാണ് ഇദ്ദേഹം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട മേഖലകളിലെ ശാസ്ത്രീയ നേട്ടങ്ങൾക്കും നൂതന ആശയങ്ങൾ രൂപവൽക്കരിക്കുന്നതിനുമൊക്കെയാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പൊ പരിസ്ഥിതി നോബൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരസ്കാരമാണ് ഇത് എന്ന്. അപ്പൊ 2026 ടൈലർ പുരസ്കാരം ആർക്കാ കിട്ടിയത്? ടോബി കിയേഴ്സിനാണ് ലഭിച്ചത് അല്ലെ? ഇനി അടുത്തത് അണ്ടർ 19 വേൾഡ് കപ്പ്. എന്താണ്? അണ്ടർ 19 വേൾഡ് കപ്പ് ആരാണ് നേടിയത്? അണ്ടർ 19 വേൾഡ് കപ്പ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഇംഗ്ലണ്ടിനെ 100 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ അണ്ടർ 19 വേൾഡ് കപ്പ് സ്വന്തമാക്കിയത്. ഇനി ഇതിലെ എന്താ പറയുന്നത്? മത്സരത്തിലെ ടൂർണമെന്റിന്റെ താരം എന്ന് വിളിക്കുന്നത് ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. അപ്പൊ വൈഭവ് സൂര്യവംശിയെ ടൂർണമെന്റിന്റെ താരം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ അണ്ടർ 19 വേൾഡ് കപ്പിനെ കുറിച്ച് ധാരണയായല്ലോ. അടുത്തത് ITB, ഇൻഡോ ടിബറ്റൻ
ബോർഡർ പോലീസ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ പുതിയ മേധാവി ആരാണ്? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ പുതിയ മേധാവിയായി തെരഞ്ഞെടുത്ത വ്യക്തി ഇതാണ്. അദ്ദേഹത്തിന്റെ പേര് ശത്രുജിത് സിംഗ്. എന്താണ്? ശത്രുജിത് സിംഗ് കപൂർ. ശത്രുജിത് സിംഗ് കപൂർ എന്നാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് മേധാവിയെ വിളിക്കുന്നത്. അപ്പൊ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് മേധാവിയുടെ പേര് ശത്രുജിത് സിംഗ് കപൂർ എന്നാണ്. ഇനി അടുത്തത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അപ്പൊ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിനും BSFനും പുതിയ മേധാവി വന്നേക്കാണ്. അപ്പോ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ മേധാവി ആരാണ്? പ്രവീൺ കുമാർ ആണ്. ആരാണ് അങ്ങേര്? പ്രവീൺ കുമാർ. അപ്പൊ BSFന്റെ മേധാവി പ്രവീൺ കുമാറും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ മേധാവി ശത്രുജിത് സിംഗ് കപൂറുമാണ് എന്ന് ഓർത്തുവെക്കാട്ടോ. ഇനി അടുത്തത് എന്താ പറയുന്നത്? അടുത്ത ചോദ്യം പറയുന്നത് ഗ്രാമി പുരസ്കാരത്തെ കുറിച്ചാണ്. 68ാമത്തെ ഗ്രാമി പുരസ്കാര ജേതാവ് ആരാണ്? 68ാമത്തെ ഗ്രാമി പുരസ്കാര ജേതാവ് ദലൈ ലാമയാണ്. 68ാമത്തെ ഗ്രാമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ദലൈ ലാമയ്ക്കാണ് കേട്ടോ. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് മെഡിറ്റേഷൻസ്. എന്താണ്? മെഡിറ്റേഷൻസ്. The reflection of His Holiness, the reflection of His Holiness, the Dalai Lama. ദലൈ ലാമ എന്ന ഓഡിയോ ബുക്കിന്റെ വിവരണത്തിനാണ് പുരസ്കാരം. മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ഹോളിനെസ് ദ ദലൈ ലാമ എന്ന ഓഡിയോ ബുക്കിന്റെ വിവർത്തനത്തിനാണ് എന്ത് ലഭിച്ചത്? 68ാമത്തെ ഗ്രാമി പുരസ്കാരം ആർക്ക് ലഭിച്ചേക്കണം? ദലൈ ലാമയ്ക്ക് ലഭിച്ചേക്കണം. മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ഹോളിനെസ് ദ ദലൈ ലാമ എന്ന ഓഡിയോ ബുക്കിന്റെ വിവരണത്തിനാണ് ആർക്ക് ലഭിച്ചത്? 68ാമത്തെ ഗ്രാമി പുരസ്കാരം ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈ ലാമയ്ക്ക് ലഭിച്ചത്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2025 ആഷസ് പരമ്പര സ്വന്തമാക്കിയത് ആരാണ്? ഓസ്ട്രേലിയ. 2025 ആഷസ് പരമ്പര സ്വന്തമാക്കിയത് ആരാണ്? ഓസ്ട്രേലിയ. 2025 ആഷസ് പരമ്പര സ്വന്തമാക്കിയത് ഓസ്ട്രേലിയയാണ്. ഇനി ലക്ഷദ്വീപിൽ നിന്ന് ഒരു സൂക്ഷ്മജീവിയെ കണ്ടെത്തി. ഏത് വിഭാഗത്തിൽ പെടുന്നതാണത്? ക്രസ്റ്റേഷ്യ വിഭാഗത്തിൽ പെടുന്ന. അപ്പൊ ലക്ഷദ്വീപിൽ നിന്ന് ക്രസ്റ്റേഷ്യ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സൂക്ഷ്മജീവിയെ കണ്ടെത്തി. ആ സൂക്ഷ്മജീവിക്ക് നൽകിയിരിക്കുന്ന പേര് എന്ത് എന്നാണ് ചോദ്യം. ആ സൂക്ഷ്മജീവിയുടെ പേര് ഇന്ത്യ ഫോണ്ട് ബിജോയ് എന്നാണ്. ഇന്ത്യ ഫോണ്ട് ബിജോയ് എന്നാണ് ആ സൂക്ഷ്മജീവിക്ക് നൽകിയിരിക്കുന്ന പേര്. അപ്പൊ ക്രസ്റ്റേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു സൂക്ഷ്മജീവിയെ ലക്ഷദ്വീപിൽ നിന്ന് കണ്ടെത്തി. അതിന് നൽകിയിരിക്കുന്ന പേരാണ് ഇന്ത്യ ഫോണ്ട് ബിജോയ്. ഇനി ഈ ക്രസ്റ്റേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഈ സൂക്ഷ്മജീവി നമ്മൾ നൽകിയിരിക്കുന്ന പേരാണ് ഇന്ത്യ ഫോണ്ട് ബിജോയ്. അതിന്റെ പേര് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ. ഹർപാക്റ്റിക്കോയിഡ് കോപ്പിപ്പോഡ്. ഹർപാക്റ്റിക്കോയിഡ് കോപ്പിപ്പോഡ്.
അപ്പൊ ലക്ഷദ്വീപിൽ നിന്ന് കണ്ടെത്തിയ ക്രസ്റ്റേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഹർപാക്ടിക്കോയിഡ് കോപ്പിപോഡ് എന്ന സൂക്ഷ്മജീവിക്ക് നമ്മൾ നൽകിയിരിക്കുന്ന പേരാണ് ഇന്ത്യ ഫോണ്ട് ബിജോയ് എന്നത്. എന്താണ് ഇന്ത്യ ഫോണ്ട് ബിജോയ് എന്നത്? ഇനി അടുത്തത് ബോംബ് ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഈ ബോംബ് ആക്രമണങ്ങൾ തമ്മിലുള്ള സാമ്യം കണ്ടെത്തുന്നതിന് വേണ്ടി നാഷണൽ സുരക്ഷാ ഏജൻസി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA വികസിപ്പിച്ച സംവിധാനത്തിന് എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ആ സംവിധാനത്തിന്റെ പേര് ഇതാണ്. എന്താണ്? NIDMS എന്നാണ്. NIDMS പൂർണ്ണരൂപം നമുക്ക് പഠിക്കാം. ഇതാണ് നാഷണൽ ഡിജിറ്റൽ IED, നാഷണൽ ഡിജിറ്റൽ IED ഡാറ്റ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം എന്നതാണ് അതിന്റെ പൂർണ്ണരൂപം. അപ്പോ ബോംബ് ആക്രമണങ്ങൾ തമ്മിലുള്ള സാമ്യം കണ്ടെത്തുന്നതിന് വേണ്ടി ദേശീയ സുരക്ഷാ ഏജൻസിയായ NIA ഒരു പുതിയ സംവിധാനം വികസിപ്പിച്ചു. അതിന്റെ പേരാണ് NIDMS, നാഷണൽ ഡിജിറ്റൽ IED ഡാറ്റ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം. നാഷണൽ ഡിജിറ്റൽ IED ഡാറ്റ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം. ഇനി അടുത്തത് കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക്. എന്താണ്? പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ചെയ്യാനുള്ള ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നു. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നു. എവിടെയാണ് നിലവിൽ വരുന്നത്? ബ്രഹ്മപുരത്താണ്. കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് ബ്രഹ്മപുരത്താണ്. അടുത്തത് സ്വാഭിമാൻ പർവ് ആഘോഷിച്ച ഗുജറാത്തിലെ ക്ഷേത്രം ഏതാണ്? സോമനാഥ് ക്ഷേത്രമാണ്. സ്വാഭിമാൻ പർവ് ആരംഭിച്ച ഗുജറാത്തിലെ ക്ഷേത്രമാണ് സോമനാഥ് ക്ഷേത്രം. അടുത്തത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കൾ ആരാണ്? ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കൾ വീയപുരം ചുണ്ടനാണ്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കൾ ആരാണ്? വീയപുരം ചുണ്ടനാണ്. അടുത്തത് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി നിയമിതൻ ആയത് ആരാണ്? IK ബാലസുബ്രഹ്മണ്യമാണ്. ആരാണ്? IK ബാലസുബ്രഹ്മണ്യം. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ചെയർമാനായി നിയമിതൻ ആയത് ആരാണ്? IK ബാലസുബ്രഹ്മണ്യമാണ്. ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എവിടെയാണ് സ്ഥാപിക്കുന്നത്? മുളത്തൂരാണ്. എവിടെയാണ്? മുളത്തൂർ പാലക്കാടാണ്. മുളത്തൂർ എവിടെയാണ്? പാലക്കാടാണ്. മുളത്തൂർ എവിടെയാണ്? പാലക്കാടാണ്. ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ക്ലിയർ ആയില്ലേ? അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പാലക്കാട് ജില്ലയിലെ മുളത്തൂരാണ് സ്ഥാപിക്കുന്നത്.
ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി ഡൽഹിയില് റിപ്പബ്ലിക് ദിന ആഘോഷം നടന്നിട്ടുണ്ടായി എന്ന് നമുക്കറിയാം അല്ലെ. അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ആ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ടായില്ലോ. കേരളത്തിൽ നിന്ന് എന്തുണ്ടായി? നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ടായി. ആ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ നിശ്ചല ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയം ഒന്ന് കൊച്ചി വാട്ടർ മെട്രോ ആയിരുന്നു. എന്താണ്? കൊച്ചി വാട്ടർ മെട്രോ ആയിരുന്നു ഒന്നാമത്തത്. കൊച്ചി വാട്ടർ മെട്രോ. അടുത്തത് എന്താ മക്കളെ? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും കൊച്ചി വാട്ടർ മെട്രോയുമാണ് റിപ്പബ്ലിക് ദിനത്തില് എന്താണ് കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിന്റെ പ്രധാന പ്രമേയങ്ങളായിട്ട് പറയപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. അടുത്ത ചോദ്യം ഇതാണ്, യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയുടെ പേരാണ് യൂറോ എന്ന് നമുക്കറിയാം. അത് അംഗീകരിച്ച പുതിയ രാജ്യമാണ് ബൾഗേറിയ. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ അംഗീകരിച്ച ഏറ്റവും ഒടുവിലത്തെ രാജ്യം ഏതാണ്? ബൾഗേറിയയാണ്. ഏതാണ്? ബൾഗേറിയയാണ്. ബൾഗേറിയ അവരുടെ ഒഫീഷ്യൽ കറൻസിയായ ലെവ്, എന്താണ്? ലെവ് എന്ന് പറയുന്ന കറൻസിയാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. 2026 ജാനുവരി 1 മുതലാണ് അവര് എന്തിലേക്ക് മാറിയത്? യൂറോ കറൻസിയിലേക്ക് മാറിയത്. 2026 ജാനുവരി 1 മുതൽ ബൾഗേറിയ അവരുടെ കറൻസിയായ ലെവ് മാറ്റിയിട്ട് യൂറോ കറൻസി ഉപയോഗിക്കുന്നു. അപ്പൊ ചോദിക്കാട്ടോ, ബൾഗേറിയയുടെ മുമ്പത്തെ കറൻസി ഏതായിരുന്നു എന്ന ചോദ്യം ചോദിക്കാം. ലെവ് ആണെന്ന് നമ്മൾ ഓർക്കാം. അപ്പൊ യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെയാണ്, യൂറോ സോൺ എന്നാണ്. അപ്പൊ യൂറോ സോണില് ഇപ്പൊ മൊത്തം 21 കൺട്രീസ് ആണ് ഉള്ളത്. ശരിക്കും യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളുടെ എണ്ണം 27ആണ്. പക്ഷെ യൂറോ സോണിൽ 21 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യൂറോ ഉപയോഗിക്കുന്ന അല്ലെ, യൂറോ അവരുടെ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളെ ആണല്ലോ യൂറോ സോണിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ യൂറോ സോണിൽ 21 രാജ്യമാണ്. 21ാമത്തെ രാജ്യമാണ് ആര്? ബൾഗേറിയ എന്ന് മനസ്സിലാക്കാം. ഇനി 27 രാജ്യങ്ങൾ ഉണ്ടെങ്കിലും ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത് ഉപയോഗിക്കാത്തത്? ഒന്ന് ചെക്ക് റിപ്പബ്ലിക്, അതുപോലെ തന്നെ ഡെൻമാർക്ക്. ഏതാണ്? ഡെൻമാർക്ക്. അടുത്തത് ഹംഗറി. അടുത്തത് പോളണ്ട്, റുമാനിയ. ഏതാ? റുമാനിയ. സ്വീഡൻ. ഏതാണ്? സ്വീഡൻ. ഇവർ ഒന്നും തന്നെ ഉപയോഗിക്കണില്ല? യൂറോ ഉപയോഗിക്കാതെ അവരുടെ സ്വന്തം കറൻസി തന്നെയാണ് ഉപയോഗിക്കണേന്ന് ഓർക്കുക. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ കറൻസിയായ യൂറോ ഉപയോഗിച്ചു തുടങ്ങിയ, ഔദ്യോഗികമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയ അവസാനത്തെ രാജ്യം, 21ാമത്തെ രാജ്യം ഏതാണ്? നമ്മുടെ ബൾഗേറിയയാണ്. 2026 ജാനുവരി 1 മുതലാണ് അവർ അത് ഉപയോഗിച്ചു തുടങ്ങിയത്. യൂറോപ്യൻ യൂണിയനിൽ 27 അംഗങ്ങളുണ്ട്. പക്ഷെ യൂറോ സോണിൽ 21 പേരേ ഉള്ളൂ. കാരണം ആ 21 രാജ്യങ്ങളെ യൂറോ ഉപയോഗിക്കുന്നുള്ളൂ. ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ഹംഗറി, പോളണ്ട്, റുമാനിയ, സ്വീഡൻ എന്നീ രാജ്യങ്ങൾ. ഏതൊക്കെയാണ്? സ്വീഡൻ അല്ലെ, ലാസ്റ്റത്തെ സ്വീഡൻ ആണ് കേട്ടോ. സ്വീഡൻ എന്നീ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നില്ല? യൂറോ ഉപയോഗിക്കുന്നില്ല എന്നോർത്ത് വയ്ക്കുക. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അടുത്ത ചോദ്യം ഇതാണ്, ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി, ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി കൂടാതെ 3 തവണ എന്താണ് പ്രധാനമന്ത്രി പദവി വഹിച്ച വ്യക്തി. അവര് ഈയിടെ അന്തരിച്ചു. എന്താണ് അവരുടെ പേര്? ഖലീദ സിയ എന്നാണ്. അപ്പൊ ബംഗ്ലാദേശ് 2025 ഡിസംബർ മാസം 30-ാം തീയതിയാണ് അവർ അന്തരിച്ചത്. ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ഖലീദ സിയ. കൂടാതെ 3 തവണ അവര് എന്താണ് പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്നിട്ടും കൂടിയുണ്ട് എന്ന് ഓർത്തു വെക്കണം. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ
കോസ്റ്റ് ഗാർഡിന്റെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരെന്ത്? മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? സമുദ്രപ്രതാപാണ്. എന്താണ് അതിന്റെ പേര്? സമുദ്രപ്രതാപ് എന്നാണ് പേര്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേര് എന്താണ്? സമുദ്രപ്രതാപ് എന്നാണ്. ഇനി അടുത്തത് നോക്കൂ. പണിയ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള സംസ്ഥാനത്തെ, അതായത് കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ ചെയർപേഴ്സൺ ആരാണ്? നഗരസഭാ ചെയർപേഴ്സൺ ആരാണ്? പി വിശ്വനാഥനാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? പി വിശ്വനാഥൻ എന്നാണ്. അദ്ദേഹം ഏത് നഗരസഭയിലെ ചെയർപേഴ്സൺ ആണ്? എവിടത്തെയാണ്? കൽപ്പറ്റ നഗരസഭയാണ്. അപ്പൊ പണിയ സമുദായത്തിൽ നിന്നുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭാ ചെയർപേഴ്സന്റെ പേര് പി വിശ്വനാഥൻ എന്നാണ്. അദ്ദേഹം കൽപ്പറ്റ നഗരസഭയെയാണ് എന്ത് ചെയ്യുന്നത്? പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയുടെ പേരാണ് ഞാൻ പറയുന്നത്. ഫ്രം ഇൻഡസ് വാലി ടു ഇന്ദിരാഗാന്ധി. ഫ്രം ഇൻഡസ് വാലി ടു ഇന്ദിരാഗാന്ധി എന്ന പ്രശസ്തമായ ഡോക്യുമെന്ററി രചിച്ചത്, ഫ്രം ഇൻഡസ് വാലി ടു ഇന്ദിരാഗാന്ധി എന്ന പ്രശസ്തമായിട്ടുള്ള ഡോക്യുമെന്ററി സംവിധായകന്റെ പേര് എന്താണ്? എസ് കൃഷ്ണസ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എസ് കൃഷ്ണസ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ക്ലിയർ ആയോ? അപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് ഇപ്പൊ ചോദിക്കാൻ എന്തായിരിക്കും കാരണം? ഇദ്ദേഹം ഈയിടെ അന്തരിച്ചു. 88ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ചെന്നൈയിൽ വെച്ച് അന്തരിക്കുകയാണ്. ഡോക്യുമെന്ററി സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഡോക്യുമെന്ററിയുടെ പേരാണ് ഫ്രം ഇൻഡസ് വാലി ടു ഇന്ദിരാഗാന്ധി എന്നത്. അടുത്തത് നോക്കുക. സാഹിത്യം, അതുപോലെ തന്നെ കല, അതുപോലെ തന്നെ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന നിയമസഭാ പുരസ്കാരം, നമ്മുടെ സംസ്ഥാന നിയമസഭാ പുരസ്കാരം ഇത്തവണ നേടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് NS മാധവൻ എന്നാണ്. അപ്പോ സാഹിത്യ, കല, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആരാണ്? NS മാധവനാണ്. ഓർക്കണം കേട്ടോ. ഇനി അടുത്തത് ആഫ്രിക്കൻ കൺട്രിയായ സൊമാലിയയിൽ നിന്ന് 1991 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സൊമാലിലാൻഡിനെ സ്വതന്ത്ര പരമാധികാരമുള്ള രാഷ്ട്രമായി അംഗീകരിച്ചത് ആരാണ്? ഇസ്രായേലാണ്. ആരാണ്? ഇസ്രായേൽ. ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ നിന്ന് 1991 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സൊമാലിലാൻഡിനെ സ്വതന്ത്ര പരമാധികാരമുള്ള രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യ രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സൗഹൃദ പാത ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സൗഹൃദ പാതയുടെ പേര് എന്താണ്? വന്യജീവി സൗഹൃദ പാത ഇതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അത്
NH45 ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ വന്യജീവി സൗഹൃദ പാത ഏതാണ്? NH45. മധ്യപ്രദേശ് ഛത്തീസ്ഗഡ്. ഏതാണ്? മധ്യപ്രദേശ് ഛത്തീസ്ഗഡ്. മധ്യപ്രദേശ് ഛത്തീസ്ഗഡ്. ഇതാണ് ഇന്ത്യയിൽ ആദ്യത്തെ വന്യജീവി സൗഹൃദ പാത. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി IMA ഡെറാഡൂൺ അല്ലെ. അവിടെ നിന്ന് ബിരുദം നേടിയ ആദ്യ വനിതാ ഓഫീസർ ആരാണ്? സായി ജാദവ് ആണ്. അവരുടെ പേര് സായി ജാദവ് എന്നാണ്. IMAയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ വനിതാ ഓഫീസർ സായി ജാദവ് ആണ്. ഏതാണ്? സായി ജാദവ്. ഇനി ഒരു ബോളിവുഡ് ചിത്രം പുറത്തിറങ്ങാനിരിക്കുകയാണ്. ആ ബോളിവുഡ് ചിത്രത്തിന്റെ പേര് ബാറ്റിൽ ഓഫ് ഗാൽവൻ എന്നാണ്. എന്താണ്? ബാറ്റിൽ ഓഫ് ഗാൽവൻ. അപ്പോ പുറത്തിറങ്ങാനിരിക്കുന്ന ബോളിവുഡ് ചിത്രമായ ബാറ്റിൽ ഓഫ് ഗാൽവന് ഏത് രാജ്യത്തിന്റെ മാധ്യമങ്ങളുടെ വിമർശനമാണ് നേരിടേണ്ടി വന്നത്? ഏത് രാജ്യത്തിന്റെയാണ്? ചൈനയുടെ. അപ്പൊ ചൈനീസ് മാധ്യമത്തിന്റെ വിമർശനം നേരിടേണ്ടി വന്ന ഈ പുറത്തിറങ്ങാനിരിക്കുന്ന ബോളിവുഡ് ചിത്രത്തിന്റെ പേരാണ് ബാറ്റിൽ ഓഫ് ഗാൽവൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജപ്പാനെ മറികടന്ന ഇന്ത്യ എത്രാമത്തെ ലോക സമ്പദ് വ്യവസ്ഥയായി മാറി എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്? 4. ജപ്പാനെ മറികടന്ന് ഇന്ത്യ എന്താ പറയുന്നത്? എത്രാമത്തെ ലോക സമ്പദ് വ്യവസ്ഥയായി മാറി എന്നാ പറയുന്നത്? 4. അടുത്തത് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഇസ്രായേൽ സമാധാന സമ്മാനം നേടിയത് ആരാണ്? ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഇസ്രായേൽ സമാധാന സമ്മാനം നേടിയത് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. അടുത്തത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതൻ ആയത് ആരാണ്? RK അഗർവാൾ ആണ്. RK അഗർവാൾ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായ വ്യക്തി RK അഗർവാൾ ആണ്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത് ഭംഗിയായിട്ട് എന്താ പറയാ പഠിച്ചു വെക്കുക. കുറച്ച് ദിവസമായി നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് എടുത്തിട്ട്, അപ്പൊ ഇപ്പോ വീക്കിലി കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഭംഗിയായി പഠിക്കുക. നാളെ വീണ്ടും നമ്മുടെ SCRT പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് തന്നെയായിരിക്കും ഉണ്ടാവുക. 10th ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് പഠിക്കാണ്ട്, അതും കൂടെ നമുക്ക് പഠിച്ചിട്ട് നാളത്തെ 10th അപ്പൊ സോഷ്യൽ സയൻസ് നമുക്ക് അവസാനിപ്പിക്കാം. ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും.